നേർവീതി പ്രഭാഷണ പരമ്പരയിലേക്ക് ഏവർക്കും സ്വാഗതം. സുവിശേഷകൻ കുഞ്ഞുമോൻ തോട്ടപ്പള്ളി ഇപ്പോൾ നിങ്ങളുമായി ദൈവവചനം പങ്കുവയ്ക്കുന്നു. ശ്രദ്ധിച്ചാലും. യേശുവിൻ്റെ മൂർച്ചയുള്ള മറുപടി. ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. യോഹന്നാന്റെ സുവിശേഷം 3-ാം അധ്യായത്തിൻ്റെ 1 മുതൽ 3 വരെയുള്ള വാക്യങ്ങൾ ഞാൻ വായിക്കുന്നത് ശ്രദ്ധിച്ചാൽ, പരീശന്മാരുടെ കൂട്ടത്തിൽ യഹൂദന്മാരുടെ ഒരു പ്രമാണിയായി നിക്കോദിമോസ് എന്നു പേരുള്ള ഒരു മനുഷ്യനുണ്ടായിരുന്നു. അവൻ രാത്രിയിൽ അവൻ്റെ അടുക്കൽ വന്ന് അവനോട്, റബി, നീ ദൈവത്തിൻ്റെ അടുക്കൽ നിന്ന് ഉപദേഷ്ടാവായി വന്നിരിക്കുന്നു എന്ന് ഞങ്ങൾ അറിയുന്നു. ദൈവം തന്നോടുകൂടെ ഇല്ലെങ്കിൽ നീ ചെയ്യുന്ന ഈ അടയാളങ്ങളെ ചെയ്യാൻ ആർക്കും കഴിയുകയില്ല എന്ന് പറഞ്ഞു. യേശു അവനോട്, ആമേൻ ആമേൻ, ഞാൻ നിന്നോട് പറയുന്നു, പുതുതായി ജനിച്ചില്ല എങ്കിൽ ദൈവരാജ്യം കാണാൻ ആർക്കും കഴിയുകയില്ല എന്ന് ഉത്തരം പറഞ്ഞു. കർത്താവായ യേശുക്രിസ്തു യെരുശലേമിൽ, പ്രത്യേകിച്ച് പെസഹ പെരുന്നാൾ ദിനങ്ങളിൽ രോഗികൾക്ക് സൗഖ്യം നൽകുകയും സുവിശേഷം അറിയിക്കുകയും ചെയ്തുകൊണ്ടിരുന്നു. അത് യഹൂദന്മാരുടെ ഉപദേഷ്ടാക്കൾ വരെ അറിയാൻ ഇടയായി. അതിൽ വളരെ പ്രധാനപ്പെട്ട ഒരാളായിരുന്നു നിക്കോദിമോസ്. അദ്ദേഹം വൃദ്ധനാണ്, ഭക്തനാണ്, പരീശപ്രമാണിയാണ്, ഉപദേഷ്ടാവാണ്, നല്ല പ്രായമുള്ള ആളാണ്. അദ്ദേഹം ഒരാളെ വിട്ട് എനിക്കൊന്ന് കാണണം, എൻ്റെ അടുക്കലൊന്ന് വരണം എന്ന് പറഞ്ഞാൽ തീർച്ചയായിട്ടും യേശു ചെല്ലും. യേശു ആളുകൾ ക്ഷണിച്ച് അതിനാൽ അവരുടെ വീടുകളിൽ പോയിട്ടുണ്ട്. ക്ഷണിക്കാതെ തന്നെ ഞാനിങ്ങോട്ട് വരുന്നു എന്ന് പറഞ്ഞ് പോയിട്ടുണ്ട്. തീർച്ചയായിട്ടും യേശു ചെല്ലുമായിരുന്നു. പക്ഷേ ഇദ്ദേഹം യേശുവിനെ വളരെ ബഹുമാനിച്ചു. അദ്ദേഹം രാത്രിയിലാണ് വന്നത്. അതൊരു പക്ഷേ മറ്റുള്ള ആളുകൾ അറിയാതിരിക്കട്ടെ എന്ന് വിചാരിച്ചായിരിക്കാം. അതിനുള്ള സാധ്യതയാണ് കൂടുതൽ. കാരണം അദ്ദേഹം ആ ഇരുട്ടിലേക്ക് മറയുകയാണ് ഉണ്ടായത്. പിന്നീട് കുറെ കാലം കഴിഞ്ഞാണ് അദ്ദേഹം വെളിച്ചത്തിലേക്ക് വന്നത്. അതുകൊണ്ട് ആരും അറിയാതെ ഉള്ള ഒരു രഹസ്യ ശിഷ്യനായിട്ട് യേശുവിനെ അംഗീകരിക്കാൻ ഒരു മനസ്സാണ് അദ്ദേഹത്തിനുണ്ടായിരുന്നത് എന്ന് കരുതാം. ചിലർ പറയുന്നത് യേശുവിൻ്റെ ശുശ്രൂഷകളൊക്കെ പകലത്തെ കഴിഞ്ഞ് സ്വസ്ഥമായി ഇരിക്കുന്ന സമയത്താണെങ്കിൽ വിശദമായിട്ടൊക്കെ സംസാരിക്കാമല്ലോ, മറ്റുള്ളവരുടെ ശല്യം ഒന്നുമില്ലല്ലോ, അങ്ങനെയും ചിന്തിക്കുന്ന ആളുകളുണ്ട്. എന്തായാലും അദ്ദേഹം വളരെ മാന്യനാണ്. യേശുവിനേക്കാൾ ഒരുപക്ഷെ 3 ഇരട്ടി പ്രായമുള്ള ആളാണ്. അദ്ദേഹം യേശു താമസിക്കുന്ന വീട് കണ്ടുപിടിച്ച് അവിടെ വന്നിട്ട് യേശുവിനെ ഗുരു എന്നാണ് വിളിക്കുന്നത്. എന്ന് പറഞ്ഞാൽ യേശുക്രിസ്തുവിനെ ഒരു നല്ല ഉപദേഷ്ടാവായിട്ട് അദ്ദേഹം അംഗീകരിച്ചു കഴിഞ്ഞിരിക്കുന്നു. ഒപ്പം ഒരു പ്രവാചകനായിട്ടും യേശുവിനെ അദ്ദേഹം അംഗീകരിക്കുകയാണ്. കാരണം നീ ദൈവത്തിൻ്റെ അടുക്കൽ നിന്ന് ഉപദേഷ്ടാവായി വന്നിരിക്കുന്നു എന്ന് പറയുന്നത് സാധാരണ പ്രവാചകന്മാരെ കുറിച്ചാണ്. യോഹന്നാനെ കുറിച്ച് എഴുതിയിട്ടുള്ളത് ദൈവം അയച്ചിട്ടൊരു മനുഷ്യൻ വന്നു എന്നാണ്. അപ്പോൾ പ്രവാചകന്മാരുടെ ദൗത്യം ദൈവത്തിൽ നിന്നാണ്. നോഹ ദൈവം പറഞ്ഞിട്ടാണല്ലോ, ദൈവം അയച്ചിട്ടാണല്ലോ പ്രസംഗിച്ചത്. മറ്റു പ്രവാചകന്മാരൊക്കെ അങ്ങനെയായിരുന്നല്ലോ. അപ്പോൾ ഏലിയാവിനെ പോലെ, എലീശയെ പോലെ ഒക്കെയുള്ള ഒരു പ്രവാചകനായിട്ട് യേശുവിനെ അംഗീകരിച്ചത് കൊണ്ടായിരിക്കാം അദ്ദേഹം പറഞ്ഞത്, ദൈവം നിന്നോടുകൂടെ ഇല്ലെങ്കിൽ ഈ ചെയ്യുന്ന അടയാളങ്ങളെ ചെയ്യാൻ ആർക്കും കഴിയുകയില്ല. പഴയ നിയമ പ്രവാചകന്മാരോട് കൂടെ ദൈവം ഉണ്ടായിരുന്നു. അതുകൊണ്ടാണ് മോശയ്ക്കും ഏലിയാവിനും എലീശയ്ക്കുമൊക്കെ അത്ഭുതങ്ങൾ ചെയ്യാൻ കഴിഞ്ഞത്. ആ നിലയിലൊരു പ്രവാചകനാണ് യേശു എന്ന് അദ്ദേഹം ഉറപ്പായി വിശ്വസിച്ചിട്ടാണ് അക്കാര്യം യേശുവിനോട് പറയുന്നത്. പക്ഷേ യേശുവിൻ്റെ മറുപടി ഞാനൊരു ഉപദേഷ്ടാവ് മാത്രമല്ല എന്നോ, അങ്ങ് വിചാരിക്കുന്നത് പോലെ ഞാനൊരു പ്രവാചകൻ മാത്രമോ അല്ല. അങ്ങനെയുള്ള യാതൊരു കാര്യവും തൻ്റെ വ്യക്തിത്വം അല്ലെങ്കിൽ തൻ്റെ ദൈവത്വം തെളിയിക്കാനൊന്നും യേശു തയ്യാറാകുന്നില്ല. യേശു പറയുകയാണ്, ആമേൻ ആമേൻ, അതായത് സത്യമായി സത്യമായി ഞാൻ നിന്നോട് പറയുന്നു. കർത്താവ് പലപ്പോഴും സത്യമായി സത്യമായി അല്ലെങ്കിൽ ആമേൻ ആമേൻ എന്ന്
പറഞ്ഞിട്ട് ചില കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അത് ഒന്ന് ചേർത്ത് വെച്ച് പഠിച്ചാൽ സത്യമായി സത്യമായി അല്ലെങ്കിൽ ആമേൻ ആമേൻ എന്ന് പറഞ്ഞിട്ട് യേശു പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ അത് 100% സത്യമാണ് എന്നുള്ളതല്ല. യേശു പറഞ്ഞ ബാക്കി കാര്യങ്ങളൊക്കെ 99% അങ്ങനെയല്ല. ആമേൻ ആമേൻ എന്ന് പറഞ്ഞിട്ട് പിന്നീട് യേശു പറഞ്ഞിട്ടുള്ള മുഴുവൻ കാര്യങ്ങളും സാധാരണ ഒരു മനുഷ്യന് വിശ്വസിക്കാൻ ബുദ്ധിമുട്ടുള്ളതാണ്. എന്നാലും അത് ശരിയാണെന്നാണ് യേശു അർത്ഥമാക്കിയത്. അല്ലാതെ യേശു ചിലതൊക്കെ സത്യമായിട്ട് പറയും, ചിലതൊക്കെ കള്ളമായിട്ട് പറയുമെന്നല്ല. യേശു പറഞ്ഞു, ഇത് ഞാൻ പറയുന്നത് വിശ്വസിക്കാൻ ബുദ്ധിമുട്ടായിരിക്കാം, എന്നാലും ഞാൻ പറയുന്നു, പുതുതായി ജനിച്ചില്ല എങ്കിൽ ദൈവരാജ്യം കാണാൻ ആർക്കും കഴിയുകയില്ല. ദൈവം എന്നോട് കൂടെ ഉണ്ട്, അതുകൊണ്ട് തന്നെ ഞാൻ ദൈവരാജ്യത്തിലേക്ക്, സ്വർഗത്തിലേക്ക് പോകും എന്നൊക്കെ നിക്കോദീമോസ് പറഞ്ഞത് യേശു അംഗീകരിച്ചു. പക്ഷേ യേശു പറയുകയാണ്, നിനക്ക് ദൈവരാജ്യം ഇല്ല. ദൈവരാജ്യം ഉണ്ടാകണമെങ്കിൽ, ദൈവരാജ്യം ലഭിക്കണമെങ്കിൽ, ദൈവത്തോടൊത്ത് മരണശേഷം കഴിയണമെങ്കിൽ പുതുതായി ജനിക്കണം. ഈ ഭൂമിയിൽ വെച്ച് പുതുതായി ജനിക്കണം, വീണ്ടും ജനിക്കണം. ഇവിടെ യേശു അദ്ദേഹത്തോട് പറയുന്നത് അങ്ങ് ജീവിതത്തെ ഒന്ന് നവീകരിക്കണം എന്നല്ല, അങ്ങ് അല്പം കൂടെ ഒന്ന് ശ്രദ്ധിക്കണം അല്ല, ഒന്നിൽ നിന്ന് തുടങ്ങണമെന്നാണ്. ഇതുവരെയും ജീവിച്ചത് അബദ്ധത്തിലായിരുന്നു. ഒന്നിൽ നിന്ന് തുടങ്ങണം. അതായത് ജനനമാണ് സംഭവിക്കേണ്ടത്, ജീവിതം ശരിയാക്കിയിട്ട് കാര്യമില്ല. കഴിഞ്ഞ ദിവസം ഒരു പാട്ട് കേട്ടു, നല്ല ഇടയാ നീ ഞങ്ങളെ നേർവഴിക്കെന്നും നയിക്കണമേ, നന്മകൾ വാരി വിതറി നീ ഞങ്ങളെ നല്ലവരാക്കിയിടണമേ. ഹോശാന എന്ന് തുടങ്ങുന്ന പാട്ടാണ്. നീ ഞങ്ങളെ നല്ലവരാക്കണമേ എന്നാണ് ആ പാട്ടുകാരൻ പറയുന്നത്. പല മതങ്ങളും പറയുന്നത്, മതം ഏതായാലും മനുഷ്യൻ നന്നാകണം, മനുഷ്യൻ നല്ലവനല്ല, നന്നാകണം എന്നാണ്. ഒരു പാട്ടുകാരൻ പാടുകയാണ്, ഞങ്ങളെ നീ നല്ലവരാക്കണം. പ്രിയപ്പെട്ടവരെ, ദൈവം നല്ലവരാക്കിയാലേ നമുക്ക് നല്ലവരാകാൻ സാധിക്കൂ. നമുക്ക് സ്വയമേവ നമ്മുടെ ജീവിതത്തെ റിപ്പയർ ചെയ്യുവാൻ സാധിക്കുകയില്ല. നമ്മുടെ ഭക്തിക്കും നമ്മുടെ പ്രാർത്ഥനയ്ക്കും നമ്മുടെ പാട്ടിനും അല്ലെങ്കിൽ നമ്മളുടെ ദൈവഭയത്തിനും ഒക്കെ ഒരു വ്യത്യാസം വരുത്തി നമുക്ക് ദൈവത്തിന് കൊള്ളാവുന്നവരാകാൻ, ദൈവരാജ്യത്തിന് കൊള്ളാവുന്നവരാകാൻ സാധിക്കുകയില്ല. കാരണം നമ്മൾ ജന്മന പാപികളായതുകൊണ്ട് നമ്മുടെ ഉള്ളിൽ പാപമുണ്ട്. പുറം മാത്രമേ നമുക്ക് നന്നാക്കാനായി സാധിക്കൂ, അകം നന്നാക്കാൻ സാധിക്കുകയില്ല. ഉച്ചനാളിലൊക്കെ നമ്മൾ പാടി കേട്ടിട്ടുണ്ടല്ലോ, പുറം കണ്ണ് തുറപ്പിപ്പാൻ, അതായത് സൂര്യൻ കിഴക്കുദിക്കണം, എന്നാൽ അകങ്കണ്ണ് തുറപ്പിക്കാൻ ആശാൻ ബാല്യത്തിലെത്തണം എന്നൊരു പാട്ടുണ്ട്. പ്രിയപ്പെട്ടവരെ, നമ്മുടെ അകം നന്നാക്കാൻ സൃഷ്ടാവായ ദൈവത്തിന് മാത്രമേ സാധിക്കൂ. ദൈവം നമ്മളെ ഉടച്ചു വാർക്കണം, ദൈവം നമ്മളെ പുതിയ സൃഷ്ടികളാക്കണം, നമുക്ക് പുതിയൊരു ജന്മം തരണം, നമ്മളെ ദൈവമക്കളാക്കണം. എങ്കിൽ മാത്രമേ നമുക്ക് ദൈവരാജ്യത്തിൻ്റെ അവകാശികളായി തീരാൻ സാധിക്കുകയുള്ളൂ. ഇതാണ് യേശു നിക്കോദീമോസിനോട് പറഞ്ഞത്. ഒരിക്കലും ഇത്രയും ഉന്നതനായ ഒരാള് നമ്മയൊക്കെ സമീപിച്ചാൽ ഇങ്ങനെ മൂർച്ചയേറിയ വാക്കുകൾ പറഞ്ഞ് അദ്ദേഹത്തെ പിണക്കി വിടുകയില്ല. പക്ഷേ എന്തുകൊണ്ടാണ് യേശു ഇങ്ങനെ പറഞ്ഞത്? ഈ മനുഷ്യന് ഇതുവരെ സ്നേഹത്തിൻ്റെയും ബഹുമാനത്തിൻ്റെയും ആദരവിൻ്റെയും അംഗീകാരത്തിൻ്റെയും വാക്കുകൾ മാത്രമേ കേട്ടിട്ടുള്ളൂ. അതുകൊണ്ട് എന്ത് പ്രയോജനം? വാസ്തവത്തിൽ യേശുവിൻ്റെ മൂർച്ചയേറിയ വാക്കുകൾ അദ്ദേഹത്തിൻ്റെ ഹൃദയത്തെ മുറിപ്പെടുത്തിയിട്ടുണ്ട്. അദ്ദേഹത്തിന് പാപബോധവും അദ്ദേഹത്തിന് കുറ്റബോധവും ഒക്കെ ഉണ്ടാക്കിയിട്ടുണ്ട്. തീർച്ചയായിട്ടും മുറിവുണ്ടെങ്കിലേ മുത്തുള്ളൂ. ഹൃദയത്തിൽ കുത്തുകൊണ്ടാൽ മാത്രമേ ദൈവത്തിൽ ആശ്രയിക്കാനായിട്ട് നമുക്ക് സാധിക്കുകയുള്ളൂ. അതാണ് യേശു ഇവിടെ പ്രയോഗിക്കുന്നത്. പരിശുദ്ധാത്മാവ് വരുമ്പോൾ പാപത്തെക്കുറിച്ച്, നീതിയെക്കുറിച്ച്, ന്യായവിധിയെക്കുറിച്ചും ബോധം വരുത്തും എന്നാണ് യേശു പറഞ്ഞത്. അപ്പോൾ ഒന്നാമത് ഞാൻ പാപിയാണ് എന്നുള്ള ബോധമാണ്, എനിക്ക് രക്ഷ ആവശ്യമുണ്ട് എന്നുള്ള ബോധമാണ് ആദ്യം മനുഷ്യന് ഉണ്ടാകേണ്ടത്. അതാണ് യേശു നിക്കോദീമോസിൽ പ്രയോഗിക്കുന്നത്. അത് വളരെ ഗുണമായി എന്നുള്ളത് തുറന്നുള്ള അദ്ദേഹത്തിൻ്റെ നിലപാടിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. കർത്താവ് നമ്മെ സഹായിക്കട്ടെ. കർത്താവിൻ്റെ വലിയ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ.